കൂമ്പൻപാറയിൽ പ്രവർത്തിക്കുന്ന അടിമാലി പഞ്ചായത്തിന്റെ ആധുനിക പൊതുശ്മശാനം അറ്റകുറ്റപ്പണികൾക്കായി വേണ്ടി അടച്ചുപൂട്ടിയിട്ട് 2 മാസം പിന്നിടുന്നു. ഇതോടെ നിർധന കുടുംബത്തിൽ നിന്നുള്ളവരുടെ മരണാനന്തര ചടങ്ങുകൾ ദുരിതമായി മാറുകയാണ്. ശ്മശാനത്തിന്റെ അറ്റകുറ്റപ്പണികൾ ഏറ്റവും വേഗത്തിൽ പൂർത്തീകരിച്ച് പ്രവർത്തനക്ഷമമാക്കണമെന്നാണ് ആവശ്യം. അടിമാലിയിൽ നിന്ന് മാത്രമല്ല, അടിമാലിയുടെ സമീപ മേഖലകളിൽ നിന്നും സ്വന്തമായി വീടും ഭൂമിയും ഇല്ലാത്തവരും അങ്ങേയറ്റം നിർധനരായവരുമൊക്കെ ഉറ്റവർ മരിച്ചാൽ കൂമ്പൻപാറയിൽ പ്രവർത്തിക്കുന്ന പൊതുശ്മശാനത്തിന്റെ സേവനം പ്രയോജനപ്പെടുത്തിയിരുന്നു. എന്നാൽ അറ്റകുറ്റപ്പണികൾക്കായി മാസങ്ങൾക്ക് മുമ്പ് അടച്ച പൊതുശ്മശാനം ഇനിയും പ്രവർത്തനക്ഷമമാക്കാത്തതാണ് ആക്ഷേപങ്ങൾക്ക് ഇടവരുത്തിയിട്ടുള്ളത്. അടിമാലി പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ശാന്തി കവാടം പൊതുശ്മശാനം ഇതുവരെ തുറന്നു കൊടുക്കാൻ പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല. അറ്റകുറ്റപ്പണികളുടെ പേരിൽ ഇത് അടച്ചുപൂട്ടിയിട്ട് ഏതാണ്ട് 60 ദിവസം കഴിഞ്ഞു. യഥാസമയം ഈ ഉപകരണങ്ങൾ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിൽ UDF ഭരണസമിതി ഗുരുതരമായ വീഴ്ചയാണ് വരുത്തിയത്. 28 ലക്ഷത്തിലധികം രൂപ ചെലവഴിച്ചാണ് ശ്മശാനത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നത്. 1 മാസക്കാലം കൊണ്ട് അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കാമെന്നായിരുന്നു ശ്മശാനം അടയ്ക്കുന്ന ഘട്ടത്തിൽ പഞ്ചായത്ത് അധികൃതർ അറിയിച്ചിരുന്നത്. ശ്മശാനത്തിനുള്ളിൽ സ്ഥാപിച്ചിട്ടുള്ള യന്ത്രസാമഗ്രികളുടെ അടക്കം നവീകരണ ജോലികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. കോട്ടയം ആസ്ഥാനമായുള്ള കമ്പനിയാണ് നവീകരണ ജോലികൾ ഏറ്റെടുത്തിട്ടുള്ളത്. പണികൾ പൂർത്തീകരിച്ച് ശ്മശാനം തുറന്ന് പ്രവർത്തിക്കുന്നത് വൈകുന്നത് സംസ്കാര ചടങ്ങുകൾ നടത്തേണ്ടതായി വരുന്ന കുടുംബങ്ങളെ വലയ്ക്കുന്നുണ്ട്. ഇതോടെയാണ് ശ്മശാനത്തിന്റെ അറ്റകുറ്റപ്പണികൾ ഏറ്റവും വേഗത്തിൽ പൂർത്തീകരിച്ച് പ്രവർത്തനക്ഷമമാക്കണമെന്നാണ് ആവശ്യം ശക്തമായിട്ടുള്ളത്. സിറ്റി വിഷൻ, അടിമാലി.